2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നണികളൊക്കെ മുന്നൊരുക്കം തുടങ്ങിയിരിക്കുകയാണ്. അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം നേരിട്ട CPM ഇനി ഇത് 2026 ഈ പരാജയം ആവർത്തിക്കരുത് എന്നുള്ളത് കൊണ്ട് വലിയ മുൻകരുതലോടുകൂടിയുള്ള ഒരുക്കമാണ്. മറുഭാഗത്ത് കോൺഗ്രസ് ഫുൾ ടാങ്ക് ഇന്ധനം നിറച്ച് അതിൻ്റെ ഒരു വർദ്ധിത വീര്യത്തോടുകൂടി അണികളിൽ മുഴുവൻ ആവേശമുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു കുതിപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതേ അവസരത്തിൽ BJP വലിയ ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി രംഗത്ത് നിൽക്കുകയാണ്. 26 കേരളത്തിലെ BJP ചരിത്രം സൃഷ്ടിക്കും എന്നുള്ള പ്രഖ്യാപനവുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നത്. അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും മുന്നണികളിലെ യുവനിരയെ ഇറക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. കോൺഗ്രസ് അതിൻ്റേതായിട്ടുള്ള ഈ കടൽക്കിഴവന്മാരെ എല്ലാം അകറ്റി നിർത്തിയിട്ട് യുവ നേതൃത്വത്തെ കൊണ്ടുവരിക, അങ്ങനെയുള്ള തരത്തിലാണ് അവരിപ്പോൾ സീറ്റ് വിഭജനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതേ അവസരത്തിൽ തന്നെ CPM-നകത്തും കുറേ യുവജന നേതാക്കന്മാരെ, DYFIയുടെ ആഗോള നേതാക്കന്മാരും SFIയുടെ അമരത്തിരുന്നവരും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കുറച്ച് ചാവേറുകളായി മാറുന്നവരെയൊക്കെ രംഗത്തിറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും CPM-ൽ കുറച്ച് ചാവേറുകൾ ഉണ്ടായിരിക്കും. അവരെ നിർത്തിക്കഴിഞ്ഞാൽ ഉറപ്പായി എതിർ സ്ഥാനാർത്ഥികളുടെ വിജയം വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ എതിർ സ്ഥാനാർത്ഥികളുടെ വിജയം എളുപ്പമാകുന്ന CPM സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞാൽ, ഒന്ന് AA റഹീം. അദ്ദേഹം ഇപ്പോൾ MP ആണ്, രാജ്യസഭാ MP. 2026 രാജ്യസഭാ കാലാവധി അവസാനിക്കും. DYFIയുടെ വലിയ ആഗോള നേതാവാണ്. പാർലമെൻറ്റിലൊക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിപ്പിച്ച് പാർലമെൻറ്റിനെ മുഴുവൻ നടുക്കിക്കളയുകയും അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കേട്ട് വിദേശ സർവകലാശാലകളൊക്കെ തന്നെ അത് പഠിക്കാനായിട്ട് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള റഹീമിന് വളരെ സുരക്ഷിതമായ മണ്ഡലം കൊടുത്താൽ പോലും എതിരാളികൾ വളരെ സുഖകരമായി ജയിച്ചു പോകും. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് കഴമ്പില്ലാത്ത വാചകങ്ങൾ പറഞ്ഞ് എതിരാളികളുടെ പറയുന്ന കാര്യങ്ങളിൽ ചാവേറായി മാറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് വരുന്നത് ചിന്തോ ജെറാമാണ്. നമ്മുടെ ജിമിക്കി പ്രഭാഷണം നടത്തിയ, അല്ലെങ്കിൽ പൊതിച്ചോറിൻ്റെ രാഷ്ട്രീയം, SFIയുടെ പൊതിച്ചോറ്, DYFIയുടെ പൊതിച്ചോറ് എന്ന് പറഞ്ഞ് പ്രസംഗം നടത്തിയ ചിന്തോ ജെറോമിന് വാഴക്കുല മോഷ്ടിച്ച ചിന്തോ ജെറോം കൊല്ലം മണ്ഡലത്തിൽ കറങ്ങുകയാണ്. കൊല്ലത്തുകാരിയാണ്. കൊല്ലത്തിലെ നിയമസഭാ സാമാജികൻ ആരാണ്? മുകേഷ് MLA ആണ്, നമ്മുടെ ചലച്ചിത്ര പുങ്കവൻ. ആ മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കാറില്ല. നിയമസഭയിലും വല്ലപ്പോഴും ഒക്കെ വരും. ഈ കൊല്ലത്തുകാർക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് 2016 2021 കൊല്ലത്തെ വോട്ടർമാർ തലയിൽ കൈവച്ച് വിളിക്കുകയാണ്, ഈ MLA തിരിച്ചു വിളിക്കൂ, ഞങ്ങൾക്ക് വേണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് CPM ഇറക്കാൻ പോകുന്നത് ആരെയാണ്? ചിന്തോ ജെറോമിനെ. രാവിലെ 8 മണിക്ക് തന്നെ തോറ്റിരിക്കും, ഉറപ്പാണ്. മുകേഷിനെ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കൊണ്ട് മത്സരിപ്പിച്ചു. ഈ നാണം കെടുത്തുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷ് തീരദേശ പ്രദേശത്ത് ചെന്നപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ചൂലും കെട്ടുമായിട്ട് ഇറങ്ങിയെന്നാണ് പറയുന്നത്. എന്തായാലും മുകേഷിന് ഇനി സീറ്റില്ല, സിനിമയിൽ തുടരാം. അപ്പം ചിന്തോ ജെറോം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിക്ക് വളരെ എളുപ്പമായി. അവിടെ BJPയും തൊട്ടു പിന്നാലെ ഉണ്ട്. അടുത്ത നമ്മൾ പറയേണ്ടത് ജെയ്ക് സി തോമസ് ആണ്. 3 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഒന്നാം തരം ചാവേറായി മാറിയിട്ടുണ്ട്. തോൽക്കുന്നത് എങ്ങനെ എന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു സഖാവാണ് ജെയ്ക് സി തോമസ്. ഉമ്മൻചാണ്ടിയോടും തോറ്റു, മകൻ ചാണ്ടി ഉമ്മനോടും തോറ്റു. അങ്ങനൊരു പ്രത്യേകത കൂടി ജെയ്ക് സി തോമസിൻ്റെ കാര്യത്തിലുണ്ട്. സാമാന്യം നല്ല നിലയിൽ തന്നെ തോറ്റു എന്നുള്ളതാണ്.
പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലാണ് മത്സരിച്ചത്. പിന്നെ വരുന്നത് നാലാമത് വരുന്നത് നമ്മുടെ SFIയുടെ വലിയ അമരക്കാരനായിരുന്ന ഈ പരീക്ഷ എഴുതാതെയും സർട്ടിഫിക്കറ്റ്, വിജയ സർട്ടിഫിക്കറ്റ് കിട്ടും, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും, ഡോക്ടറേറ്റും ഒക്കെ നേടാം, ഒന്നിൽ കൂടുതൽ ബിരുദമൊക്കെ കരസ്ഥമാക്കാം എന്ന് പഠിപ്പിച്ച SFI ഒരു ഗുണ്ടാവിളയാട്ടം നടത്തിയ PM ആർഷോയാണ്. ആർഷോയെ കുറിച്ച് മുഴുവൻ കേരള ജനതയ്ക്ക് മുഴുവൻ അറിയാം. SFI എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് 80കളിൽ അത് തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരുടെ ഒരു പാർട്ടിയായിരുന്നു. ചിന്താശേഷിയുള്ള എഴുത്തുകാരുടെ ഒക്കെയുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു. പിന്നീട് വന്നപ്പോൾ എന്തായി? കയ്യും വെട്ടും കാലും വെട്ടും, ആരെ വേണേൽ വെട്ടും, ഈ പറയുന്നത് ആരെന്നറിയാമോ? ചെന്നിത്തലയുടെ പിള്ളേരല്ല എന്ന ഇത് പിന്നെ ആരാണെന്ന് അറിയാമോ? അറിയാം, പിണറായിയുടെ പിള്ളേരാണെന്ന് നമുക്കറിയാം എന്ന് പാടിയ SFI ഗുണ്ടാസംഘത്തിൻ്റെ അമരത്തിരുന്ന ആർഷോയെയും ജനം വലിച്ചെറിയുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള KS അരുൺകുമാർ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് എതിരാളികളുടെ അഭിപ്രായത്തിൽ വായടച്ചിറങ്ങിപ്പോകുന്ന അരുൺകുമാർ, അതും തോൽവി എളുപ്പമാണ്. ആറാമത് പറയുന്ന പേര് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമായ മേയർ ആര്യ രാജേന്ദ്രൻ. ഓൾ സയൻസ് കോളേജിലെ ക്ലാസ് മുറിയിൽ ലാസ്റ്റിലത്തെ ബെഞ്ചിലെങ്ങാണ്ടോ ഇരിക്കുകയായിരുന്നു. അവിടുന്നാണ് സഖാക്കന്മാർ പിടിച്ചുകൊണ്ട് വന്ന മോളെ തിരുവനന്തപുരത്തിൻ്റെ മേയർ ആയിക്കോളൂ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി. പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യാൻ നിരവധി പേരുണ്ടായിരുന്നു. ആനാവൂറും ശിവൻകുട്ടിയും കടകംപള്ളിയും എല്ലാവരും ഉണ്ടായിരുന്നു. ചെന്ന് ചാടാത്ത വിവാദങ്ങളില്ല. പാവം പിടിച്ച ആൾക്കാരുടെ ജോലി കളയുന്നതിൽ അതിസമർത്ഥയാണ്. ഒരു ഡ്രൈവറുടെ ജോലി കളഞ്ഞത് നമുക്കറിയാവുന്നതാണ്. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് പണം എഴുതിയെടുക്കാനുള്ള ശ്രമം വിവാദത്തിലായി. പിന്നെ സഖാക്കന്മാരെ തിരികെ കയറ്റുന്നു. പ്രിയപ്പെട്ട സഖാവേ, ഇത് നമ്മുടെ സഖാക്കന്മാരുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ തരിക, ജോലിയുണ്ട് എന്ന് പറഞ്ഞ് സഖാവിന് കൊടുത്ത കത്ത്. ഇത്തരത്തിൽ വിവാദ നായികയായ ആര്യ രാജേന്ദ്രനെ നോട്ടം നേമം മണ്ഡലമാണ്. എന്തായാലും ചിന്താചറാൻ കൊല്ലത്ത് 8 മണിക്ക് തോക്കുമെന്നുണ്ടെങ്കിൽ ആര്യ രാജേന്ദ്രൻ നേമത്ത് 7 മണിക്കേ തോൽക്കും, ഉറപ്പായ കാര്യമാണ്. 2016 BJP നേടിയെടുത്ത മണ്ഡലമാണ്. ആദ്യമായിട്ട് നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ്. 2021 BJPയുടെ നല്ല ഗുണം കൊണ്ട് കൊണ്ടുപോയി CPMൻ്റെ വായിൽ തള്ളിക്കൊടുത്തു. അങ്ങനെ അത് പോവുകയും ചെയ്തു. അവിടെയാണ് ഇനി ആര്യ രാജേന്ദ്രനെ ഇറക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ എന്തായാലും ഈ സഖാക്കന്മാരെല്ലാം ഈ ചാവേറാകുന്നത് കാണുമ്പോഴാണ് നമുക്കൊരു വിഷമം. ചാനൽ ചർച്ചകളിലിരുന്ന് മറിക്കുകയാണ്, അവിടെ പോലും ചാവേറുകളായി മാറുകയാണ്. അപ്പോൾ റഹീമും ജിന്തോ ജെറോമും ജെയ്ക്സി തോമസും ആർഷോയും അരുൺകുമാറും ആര്യ രാജേന്ദ്രനും ആയിരിക്കും CPMൻ്റെ 2026 തോൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ. ലാൽ സലാം സഖാക്കളെ.